ലോകരാജ്യങ്ങളെയാകെ മുൾമുനയിൽ നിർത്തിയ പകരച്ചുങ്ക തീരുമാനം 90 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു. കുറേയേറെ രാജ്യങ്ങൾ തീരുവ സംബന്ധിച്ച് സമവായം വേണമെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും സമ്മതിച്ചതിനാലാണ് താൽക്കാലികമായി നിർത്തുന്നതെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ആഗോളതലത്തിൽ മാന്ദ്യത്തിന്റെയും വ്യാപാര യുദ്ധത്തിന്റെയും നിഴൽ സൃഷ്ടിച്ച ട്രംപിന്റെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധവും പകരം നടപടികളും വിവിധ രാജ്യങ്ങളിൽ നിന്നുണ്ടായി. യൂറോപ്യൻ യൂണിയനും യുണൈറ്റഡ് കിങ്ഡവും ചൈനയും ഉൾപ്പെടെ രാജ്യങ്ങളും സഖ്യങ്ങളുമെല്ലാം ട്രംപിന്റെ നിലപാട് ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു. യുഎസിനെ വെല്ലുവിളിച്ച ഇറക്കുമതി തീരുവകളിൽ വർധന വരുത്തിയും ശക്തമായ നിലപാടെടുത്തും ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾ ചെറുത്തു നിൽക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മാന്ദ്യസാധ്യതയും വ്യാപാര യുദ്ധ സാഹചര്യങ്ങളും തീർത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളിലെ പരമ്പരാഗത സഖ്യങ്ങളിൽ ചേരിതിരിവുണ്ടാക്കിയെന്നത് വസ്തുതയാണ്. യുഎസിനോടും ആഭിമുഖ്യം പുലർത്തിയിരുന്ന സാമ്രാജ്യത്വ കോർപ്പറേറ്റ് നയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളും സഖ്യങ്ങളും അവരോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും പരസ്പരാശ്രിതത്വത്തിന്റെ ചട്ടക്കൂട് വിട്ട് പുറത്തുവരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ സർക്കാർ സംരക്ഷണം വാഗ്ദാനം ചെയ്തു. ആഭ്യന്തര മത്സരശേഷി മെച്ചപ്പെടുത്തി ആഗോള ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുഎസിലേക്കുള്ള കാറുകളുടെ കയറ്റുമതി നിർത്തിവെക്കാൻ ബ്രിട്ടീഷ് കാർ നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ തീരുമാനിച്ചു. യുഎസിന്റെ താരിഫ് യുദ്ധത്തോടെ ആഗോളവൽക്കരണം തന്നെ അവസാനിച്ചുവെന്ന നിലപാട് പരസ്യമായി പറയുന്നതിന് UK ട്രഷറി ചീഫ് സെക്രട്ടറി ഡാരൻ ജോൺസ് ധൈര്യം കാട്ടി. സമാനമായി യുഎസിന്റെ സഖ്യശക്തികൾ എന്നറിയപ്പെട്ടിരുന്നതും അല്ലാത്തതുമായ രാജ്യങ്ങൾ നിലപാടെടുത്തു. ചിലർ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന അഭിപ്രായക്കാരായിരുന്നുവെങ്കിൽ കീഴടങ്ങേണ്ടതില്ലെന്ന നിലപാടെടുത്തവരായിരുന്നു കൂടുതൽ. ചൈന ആദ്യം 34, പിന്നീട് 50 വീതം 84% തീരുവ US ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചു. യൂറോപ്യൻ യൂണിയനും ജപ്പാനും സമാന പ്രതികരണം നടത്തി. ചർച്ചയിൽ സമവായമുണ്ടായില്ലെങ്കിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയനും US ഓൺലൈൻ സർവീസുകൾക്ക് നികുതി ചുമത്തുമെന്ന് ഫ്രാൻസും പ്രഖ്യാപിച്ചു. തീരുമാനത്തിനെതിരെ ശക്തമായി പൊരുതുമെന്നായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണെ അഭിപ്രായപ്പെട്ടത്. ഓസ്ട്രേലിയ, ബ്രസീൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും യുഎസിനെതിരെ നിലപാടെടുത്തു. ഈ സാഹചര്യത്തിലാണ് ട്രംപിന് തന്റെ നികുതി യുദ്ധം താൽക്കാലികമായി നിർത്തലാക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും സംസാരിച്ചില്ല എന്നതാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളും ട്രംപിനെതിരെയും പകരച്ചുങ്കത്തിനെതിരെയും എന്തെങ്കിലും പറഞ്ഞപ്പോൾ മോഡി ഒരു പ്രതികരണവും നടത്തിയില്ല. വൻ സാമ്പത്തിക ശക്തിയായി മാറുന്നുവെന്ന് മേനി നടിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമാണ് എന്തെങ്കിലും പറയാൻ തുനിയാതിരുന്ന ഏക ഭരണാധികാരി. പ്രത്യാഘാതം വിലയിരുത്തുമെന്ന വളരെ മയപ്പെട്ട പ്രസ്താവനയാണ് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയിൽ നിന്ന് ഉണ്ടായത്. കൂടാതെ യുഎസിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചുകൊണ്ട് വിധേയത്വം കാട്ടുന്നതിനും BJP സർക്കാർ തയ്യാറായി. തങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ നടപടി ഉണ്ടായതെന്ന് ട്രംപിന്റെ പ്രസ്താവനയുണ്ടായിട്ടും പ്രതികരണമുണ്ടായില്ല. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഗുരുതരമായി ബാധിക്കുമെന്നതിന്റെ സൂചനകളുമായി ഓഹരി വിപണികളിൽ വൻ ഇടിവുണ്ടായി 14 ലക്ഷത്തിലധികം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചപ്പോഴും മോഡിയും കേന്ദ്ര സർക്കാരും എന്തെങ്കിലും പറഞ്ഞില്ല. നേരത്തെ ട്രംപ് അധികാരമേറ്റയുടൻ അനധികൃതമായി യുഎസിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി കാൽച്ചങ്ങലയും കയ്യാമവും വെച്ച് തിരിച്ചയച്ചപ്പോഴും മോഡി മഹാമൗനത്തിലായിരുന്നു. അത് അവിടുത്തെ പതിവാണെന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികരണം. യുഎസിനോടും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനോടുമുള്ള വിനീത വിധേയത്വമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. 4 വർഷം മുൻപ് പ്രസിഡന്റ് പദത്തിലിരിക്കെ ട്രംപിനോട് മോഡി കാട്ടിയ അമിത വിധേയത്വത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും മാഞ്ഞുപോയിട്ടില്ല. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങളും വ്യാപാര നേട്ടങ്ങളും ഇറക്കുമതി വർധനയുമെല്ലാം തകിടം മറിക്കുന്ന നയം US സ്വീകരിച്ചപ്പോൾ ഇത്തരമൊരു നിലപാട് കൈക്കൊണ്ട മോഡിയും കേന്ദ്ര ഭരണാധികാരികളും തങ്ങളുടെ കടുത്ത US ട്രംപ് ദാസ്യ മനോഭാവമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്.